ഗുഡ് മോർണിംഗ് ഓൾ. +2 മാത്തമാറ്റിക്സിലെ 7th ചാപ്റ്റർ ഇൻ്റഗ്രൽസ് അതിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്നേഹപൂർവം സ്വാഗതം. വിവിധ രൂപങ്ങളിലുള്ള ഫങ്ഷൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന മാർഗങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 22 സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ ഉപയോഗിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും ചില കോമ്പോസിറ്റ് ഫംഗ്ഷനുകളെ ഉചിതമായ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള മെത്തേഡ്സും അവ ഉപയോഗിച്ച് ധാരാളം പ്രോബ്ലംസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇൻ്റഗ്രേഷൻ്റെ ഏത് ടെക്നിക്സ് ഉപയോഗിക്കുമ്പോഴും നമ്മൾ നിർബന്ധമായിട്ടും അറിയേണ്ട റിസൾട്ടുകൾ ഏതെല്ലാമാണ് എന്നും നാം മനസ്സിലാക്കി കഴിഞ്ഞു. ആദ്യമായി നമ്മൾ പഠിച്ച 22 റിസൾട്ടുകളും അതിൻ്റെ കൂടെ പിന്നീട് പഠിച്ച ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ ഇൻ്റഗ്രൽസ്, പെർട്ടിക്കുലർ ഫങ്ഷൻസിൻ്റെ ഇൻ്റഗ്രൽസ്, ഇങ്ങനെ മൊത്തത്തിൽ 32 റിസൾട്ടുകൾ നമ്മൾ ബൈഹാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻ്റഗ്രേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂ എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് നാം പുതിയ ഒരു രൂപത്തിലുള്ള ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് പഠിക്കാൻ പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട സെക്ഷനാണ്. വളരെ തീവ്രമായി, വളരെ നന്നായി എല്ലാവരും ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. നോക്കൂ, ഇതാണ് ചോദ്യം. ഇൻ്റഗ്രൽ 1/x² + 6x - 7dx ഇതിനെ എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക? ഇൻ്റഗ്രൽ 1/x² - 7dx ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ പറയാൻ പറ്റും. അതായത് ഈ 6x ഇവിടെ ഇല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ ഇൻ്റഗ്രൽ 1/s² - √7² വെച്ച് ഇൻ്റഗ്രൽ 1/s² - a² dx വെച്ച് നിങ്ങൾ അതിൻ്റെ ആൻസർ പറയും. ഇവിടെ 6x ഉള്ളതാണ് പ്രശ്നം, അല്ലേ? അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പ്രസൻറ്റിൽ നിങ്ങൾക്കറിയില്ല. ഇത് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത 59ാമത്തെ പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ 59ാമത്തെ പ്രോബ്ലം. ഇത് ഇൻ്റഗ്രൽ 1/x² - a² dx എന്ന ഫോമില. ഇതിനെ നമുക്ക് ഇൻ്റഗ്രൽ 1/x² - s+3² - 4² എന്ന് മാറ്റി എഴുതാമെന്നും അത് ഇൻ്റഗ്രൽ 1/s² - a² എന്നുള്ള ഫോമുല ആയതുകൊണ്ട് 1/2a log mod x - a / x + a എന്നുള്ള രൂപത്തിലേക്ക് എഴുതാമെന്നും അതിനെ ഈ രൂപത്തിൽ സിംപ്ലിഫൈ ചെയ്ത് 1/8 log mod x - 1/x + 1 + 7 എന്ന് എഴുതാമെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയും നോട്ട്ബുക്കിലേക്ക് എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും നമുക്കറിയാം, അല്ലേ? ഇനി ആരാണ് സത്യത്തിൽ x+3² - 16? അതൊന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. x+3² - 16 എന്ന് പറഞ്ഞാൽ a+b² ഉപയോഗിച്ചത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a² + 2ab + b² ആണല്ലോ. അപ്പോൾ a² + 6x + 9 എന്ന് വരും x+3² എക്സ്പാൻഷൻ. ദെൻ -16, അതായത് x+3² - 16 എന്ന് പറയുന്നത് x² + 6x + 9 - 16 എന്നാണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. 9 - 16 -7 ആണ്. അപ്പോൾ s² + 6x - 7 എന്ന് കിട്ടി. വളരെ ശ്രദ്ധാപൂർവം നോക്കൂ. x+3² - 16 x² + 6x - 7 ആണ്, അല്ലേ? അപ്പോൾ ഈ s² + 6x - 7 പകരം നിങ്ങൾക്ക് x+3² - 16 എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടിയല്ലോ. ഇൻ്റഗ്രൽ 1/s² + 6x - 7dx എന്ന് പറയുന്നതും ഇൻ്റഗ്രൽ 1/x+3² - 16dx എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ 1/8 log mod x - 1/x + 1 + c തന്നെയാണ്. കാര്യങ്ങൾ വ്യക്തമാണല്ലോ. അപ്പോൾ s² + 6x - 7 x+3² - 16 എന്ന രൂപത്തിലേക്ക് നമുക്ക് മാറ്റാൻ അറിയാമെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലും നമുക്ക് നിഷ്പ്രയാസം ചെയ്യാവുന്നതേ ഉള്ളൂ, അല്ലേ? ഇനി ഇതിന് സ്ക്വയർ റൂട്ട് കൊടുത്താലോ? ഇതിന് സ്ക്വയർ റൂട്ട് കൊടുത്താലും ഒരു പ്രയാസവുമില്ല. ഇതിന് സ്ക്വയർ റൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് സ്ക്വയർ റൂട്ട് കൊടുത്താൽ മതി. നമ്മൾ പഠിച്ച 6 പർട്ടിക്കുലർ ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രലിൽ അവസാനത്തെ 3 ഫോമിൽ ഒന്നിലേക്ക് ഇത് മാറുകയും ഇതിൻ്റെ ഇൻ്റഗ്രൽ എഴുതുകയും ചെയ്യാം, അല്ലേ?
ചുരുക്കത്തിൽ ഇത്തരം ഫംഗ്ഷൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ അറിയേണ്ട ഒരേ ഒരു കാര്യം x² + 6x - 7 എന്ന് പറയുന്നത് x + 3 ഹോൾ സ്ക്വയർ - 16 ആണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ s² + 6x - 7 x + 3 ഹോൾ സ്ക്വയർ - 16 മാറ്റാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരം ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്ന് ചുരുക്കം. ഓക്കെ, x + 3 ഹോൾ സ്ക്വയർ - 16 = s² + 6x - 7 എന്ന് കിട്ടാൻ എക്സ്പാൻഡ് ചെയ്താൽ മതി. ഇവിടെ നിന്ന് തിരിച്ചു കിട്ടാൻ എന്താ ചെയ്യുക? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് അല്ലെ? അത് ഉപയോഗിച്ച് നിങ്ങൾ +1 കോണിക് സെക്ഷനിൽ സർക്കിളിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഒക്കെ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടത്. അത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയാസവും തോന്നില്ല. എങ്കിലും ഇവിടെ ഓരോ ചോദ്യങ്ങളിലും ഇത് ചെയ്യേണ്ടത് കൊണ്ട് ഇത് ചെയ്യാനുള്ള എളുപ്പമാർഗങ്ങളും അല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ള ശീലങ്ങളും നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. ആ ഒരു കാര്യം കൂടെ ആണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് അധികമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ശരി. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യം തേർഡ്, ആദ്യം നമ്മൾ പഠിച്ചു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലുള്ള ഇന്റഗ്രേഷൻ, പിന്നെ പെർട്ടിക്കുലർ ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് എഴുതി. ഇത് മൂന്നാമത്തെ ഹെഡിങ് ഇന്റഗ്രൽ 1/a² + bx + c dx ആൻഡ് ഇന്റഗ്രൽ 1/√12 a² + bx + c dx. ഇത് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യുക. ഇത് ആദ്യത്തെ 3 റിസൾട്ട് ഉപയോഗിക്കും, ഇത് അവസാനത്തെ 3 റിസൾട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇത് ഏത് ചെയ്യണമെങ്കിലും നമ്മൾ പഠിച്ചിട്ടുള്ള പെർട്ടിക്കുലർ ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽസ് ഉണ്ടല്ലോ 6 ഇത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നുകൂടെ ഞാൻ ഇവിടെ കാണിച്ചു തന്നു എന്ന് മാത്രം. നിങ്ങളൊക്കെ മനസ്സിൽ ഇത് വളരെ വ്യക്തമായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഓക്കെ, എങ്കിൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് 12 ചോദ്യങ്ങളാണ്. 61 മുതൽ 72 വരെയുള്ള ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സാമിനൊക്കെ ചോദിക്കുമെന്ന് ഏകദേശം ഉറപ്പുള്ള ചോദ്യമാണ്. വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കുറച്ചൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രയാസമായിട്ട് തോന്നിയേക്കാം. എങ്കിലും സമയമെടുത്ത് പഠിക്കുക. അത് മാത്രമാണ് ഇത് എളുപ്പമാക്കാനുള്ള ഒരേ ഒരു മാർഗം. ഓക്കെ, ശരി. നമുക്ക് 61ാമത്തെ ചോദ്യം നോക്കാം. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യം അല്ലേ? ഇന്റഗ്രൽ 1/a² + 6x - 7 dx തൊട്ടപ്പുറത്ത് പരിചയപ്പെട്ട ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് a² + 6x - 7 s² - a² അല്ലെങ്കിൽ s² + a² അല്ലെങ്കിൽ a² - s², ഇത് ഏതെങ്കിലും ഒരു ഫോമിലേക്ക് മാറ്റണം. മാറ്റുന്ന രൂപം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇതാ ഞാൻ മാർജിനിൽ എഴുതി വെച്ചിട്ടുണ്ട്. s² + 6x - 7 ആദ്യത്തെ 2 ടേമിന് ഞാൻ കളർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് s² + 6x അതേപോലെ തന്നെ എഴുതുക. ഇതിനെ x² - a² മാറ്റാൻ പോവാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ 2 ടേമിന് അതേപോലെ എഴുതുക. ഓക്കെ, ശേഷം എക്സിന്റെ കോയിഫിഷ്യന്റ് എന്താണെന്ന് നോക്കുക. എക്സിന്റെ കോയിഫിഷ്യന്റ് 6 ആണല്ലോ. 6ന്റെ പകുതി എടുക്കുക. ആരാ 6ന്റെ പകുതി? 3. 3യുടെ സ്ക്വയർ എത്രയാ? 9. ആ 9നെ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഈ ടേമിനോട് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. എക്സിന്റെ കോയിഫിഷ്യന്റിന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ 3യുടെ സ്ക്വയർ 9 ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. ശേഷം ഈ കോൺസ്റ്റന്റ് എഴുതുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ x² + 6x തന്നെ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ പിന്നൊരു ബാക്കി -7 ഉണ്ട്. ആ -7 എഴുതുക. ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് എന്ന് പറയുക. ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യത്തെ 2 ടേം അതുപോലെ തന്നെ എഴുതുക. എക്സിന്റെ കോയിഫിഷ്യന്റിന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് 7 സബ്ട്രാക്ട് ചെയ്യുക. -7 ഇവിടുത്തെ കോൺസ്റ്റന്റ് എന്താണോ അത് അതുപോലെ എഴുതുക. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ 3 ടേംസ് ഉണ്ടല്ലോ, ആ 3 ടേംസ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുണ്ടാവും. ആരാണത്? ആ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് മനസ്സിലാക്കാൻ x² ആണ് ആദ്യം ഉള്ളത്. അപ്പൊ x, പിന്നെ ഇവിടെ പ്ലസ് ആണ് സൈന്, അപ്പൊ പ്ലസ്, ഇവിടെ +9 ആണ്, അപ്പൊ 3. അപ്പൊ x + 3 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. x + 3 ഹോൾ സ്ക്വയർ. ഇവിടെ മൈനസ് ആണെങ്കിലോ ഇവിടെ മൈനസ് എന്ന് കൊടുക്കുക. ഇവിടെ മൈനസ് ആണെങ്കിൽ s - 3 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുക. വേറെ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ ഇവിടെ എപ്പോഴും പ്ലസ്സേ വരൂ, കാരണം ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇവിടെ എപ്പോഴും പ്ലസ്സേ വരൂ. അപ്പോ ഇത്രയും ടേംസ്, ഈ 3 ടേംസ് x + 3 ഹോൾ സ്ക്വയർ ആ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം -9 - 7 അതെത്രയാണെന്ന് എഴുതുക. അതെത്രയാ? -16. ഇവിടെ നല്ല ശ്രദ്ധ ആവശ്യമുണ്ട്. ഇവിടെ +16 എന്ന് എഴുതരുത്. ചിഹ്നം മാറിപ്പോകരുത്. സൈന് മാറിപ്പോയാൽ ആൻസർ വളരെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു ചിഹ്നം വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. -16. അപ്പോൾ x² + 6x - 7 x + 3 ഹോൾ സ്ക്വയർ - 16 മാറ്റുന്ന രൂപം എല്ലാവർക്കും മനസ്സിലായല്ലോ. എങ്കിൽ ഈ ഒരു സെക്ഷൻ വളരെ ഈസിയാണല്ലോ. 16 4² എന്ന് എഴുതാലോ. ഇത് നേരത്തെ ചെയ്ത അതേ ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്.
ഈ ഒരു ചിഹ്നം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ചിഹ്നം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ മൈനസ് പ്ലസ് ആയിട്ട് മാറിയാൽ, ഇവിടെ പ്ലസ് ആയിട്ട് മാറിയാൽ ആൻസറിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. കാരണം ഇന്റഗ്രൽ 1/s² - a² ആരാ? 1/2a log mod x - a/x + a + c. ഇന്റഗ്രൽ 1/s² + a² 1/a tan inverse x/a + c. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 1/2a log mod x - a/x + a റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്, അതായത് 1/8 എന്ന് കിട്ടും. നിങ്ങൾ ഇവിടെ പ്ലസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ആൻസർ 1/a tan inverse കിട്ടുക. അതുകൊണ്ട് ആവർത്തിച്ച് ഞാൻ പറയുന്നു, ഈ ഒരു സൈന് എല്ലാവരും ശ്രദ്ധിക്കണം. ഈ സൈന് മാറിക്കഴിഞ്ഞാൽ ആൻസറിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഈ സൈൻ. എല്ലാവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഈ റിസൾട്ട് നമ്മുടെ മനസ്സിലുണ്ട് അല്ലെ? എങ്കിലും ഒരു തവണ കൂടെ കാണിച്ചു എന്ന് മാത്രം. ശരി, അപ്പൊ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിൽ ഈ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന രൂപം കിട്ടിയല്ലോ. വളരെ നന്നായിട്ട് എല്ലാവരും പഠിച്ചു വെക്കുക. ഓക്കെ, വെരി 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 ഇമ്പോർട്ടൻ്റ്. ഇന്നത്തെ സെക്ഷൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള സെക്ഷനാണ്, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രയാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, ചോദ്യങ്ങളുടെ ഘടനയും ചോദ്യങ്ങളുടെ പ്രയാസവും ഒക്കെ കൂടി വരും. അപ്പൊ അതിനെ മുന്നേ ആദ്യം പഠിപ്പിച്ച് തന്നെ നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. 62ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആവർത്തനമാണ് ചോദ്യത്തിന്റെ അല്ലേ? ഇന്റഗ്രൽ 1/s² + 4x + 8. ഇതുകൂടെ ഞാൻ എങ്ങനെയാണ് കംപ്ലീറ്റ് സ്ക്വയർ ആക്കുന്നത് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കൂ. s² + 4x + 8 ഇതാണ് ഫംഗ്ഷൻ. ആദ്യത്തെ രണ്ട് ടേംസ് അതേപോലെ എഴുതാം. പിന്നെ എന്താ ഞാൻ പറഞ്ഞത്? എക്സിന്റെ കോയിഫിഷ്യന്റ് 4, അതിന്റെ പകുതി 2, അതിന്റെ സ്ക്വയർ 4. ആ 4 ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ശേഷം ഇവിടുത്തെ കോൺസ്റ്റന്റ് +8 എഴുതുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 ടേംസ് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുണ്ടാവും. ഏതാ പെർഫെക്റ്റ് സ്ക്വയർ? എക്സ് പ്ലസ് 2. ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക, ഇതിന്റെ സ്ക്വയർ റൂട്ട്. എക്സ് ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ, ദെൻ 8 - 4. ആരാ 8 - 4? +4. ഓക്കെ, അപ്പൊ ഇതെന്തായിട്ട് മാറി? ഇത് ഇന്റഗ്രൽ 1/s² + 4x + 8 x + 2 ഹോൾ സ്ക്വയർ + 4 ആയി. ആർ x + 2 ഹോൾ സ്ക്വയർ + 4 s + 2 ഹോൾ സ്ക്വയർ + 2 സ്ക്വയർ അല്ലേ? നമുക്കറിയാവുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ ഒരാളാണല്ലോ ഇന്റഗ്രൽ 1/s² + a² എന്നുള്ള ഫോർമുല. 1/a tan inverse x/a ജസ്റ്റ് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ ആൻസർ ആയി. വളരെ ഈസി അല്ലേ? ശരി, ഇനി ഒരു കാര്യം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം. s² + 4x + 8 ഇങ്ങനെ എഴുതാൻ നമുക്ക് നേരിട്ട് പറ്റുകയാണെങ്കിൽ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമാണ്. ഇത് ഇന്റഗ്രേഷന്റെ മെത്തേഡ് അല്ല. ഓക്കെ, അപ്പൊ ഇത് നേരിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ നേരിട്ട് എഴുതിയാൽ മതി. ഇത് വേണമെങ്കിൽ നേരിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. നോക്കൂ നിങ്ങൾ, s² + 4x + 8 അല്ലേ? s² + 4x + 4 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. നമുക്ക് ചെറിയൊരു ധാരണ ഉണ്ടല്ലോ. അപ്പൊ s² + 4x + 4 + 4 എന്ന് എഴുതിയാൽ മതി. 8നെ 4 + 4 എന്ന് എഴുതിയാൽ മതി. അപ്പൊ s + 2 ഹോൾ സ്ക്വയർ + 4 എന്ന് കിട്ടും. അങ്ങനെയും എഴുതാം. ഇനി വേറെ ഒരു മാർഗമുണ്ട്, ശ്രദ്ധിക്കൂ. ഇവിടെ x² + 4x ആണല്ലോ ആദ്യത്തെ രണ്ട് ടേം. അപ്പൊ നമുക്ക് ആദ്യത്തെ കംപ്ലീറ്റ് സ്ക്വയറിൽ ഫസ്റ്റ് ടേം എക്സ് വരും. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് വരും. 4ന്റെ പകുതി 2 വരും. അപ്പൊ s + 2 ഹോൾ സ്ക്വയർ നീട്ടി. ഓക്കെ, പിന്നെ ചെയ്യേണ്ടത് 4ന്റെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്യല്ലോ അല്ലേ? അങ്ങനെയല്ലേ കംപ്ലീറ്റ് സ്ക്വയർ കിട്ടിയത്? ആ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്താൽ മതി. ചുരുക്കത്തിൽ 8 - 4 മാത്രം നമ്മൾ കണ്ട് ഈ ഒരു നമ്പർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇത് കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമാണ്. ഓക്കെ, ഇതൊന്നും എഴുതാതെ തന്നെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അറിയാത്തവർ ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കുക, അറിയുന്നവർ അതിന്റെ ഷോർട്ടായിട്ടുള്ള ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല. ഓക്കെ, ശരി. 63ാമത്തെ ചോദ്യം നോക്കൂ. ഇതുപോലെ അത്ര എളുപ്പമായിരിക്കില്ല. അതിന്റെ കാരണവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്റഗ്രൽ 1/9² + 6x + 5. ഇതുവരെ രണ്ട് ചോദ്യങ്ങളിലും x² കോയിഫിഷ്യന്റ് എന്തായിരുന്നു? 1 ആയിരുന്നു. s² കോയിഫിഷ്യന്റ് 1 ആകുമ്പോഴാണ് അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക. ഇവിടെ s² കോയിഫിഷ്യന്റ് 9. നമ്മൾ മുന്നേ പറയാറുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, s² കോയിഫിഷ്യന്റ് 1 ആണ് വരേണ്ടത്. 9 വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 9നെ പുറത്തെടുക്കണം അല്ലെ? 9നെ പുറത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 9 ഇല്ല, ഇവിടെ 9 ഇല്ല. അപ്പോൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഈ രൂപത്തിൽ നമുക്ക് എഴുതണം. 9 പുറത്തെടുത്തു. s² + 6/9 x + 5/9. നല്ലോണം ശ്രദ്ധിക്കണം. ആരാ 6/9? കുറച്ചുകൂടെ ചെറുതാക്കാലോ, 2/3 എന്ന് എഴുതിക്കൂടെ? പിന്നെ 1/9 പുറത്തെടുത്ത് എഴുതാലോ. 1/9 × ഇന്റഗ്രൽ s², 1/9 × ഇന്റഗ്രൽ 1/s² + 2/3x + 5/9 എന്ന് എഴുതാലോ. ഓക്കെ, വളരെ സിമ്പിൾ മാത്തമാറ്റിക്സ് അല്ലേ? ശരി, ഇനി നമുക്ക് ഇതിനെയാണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ ആക്കേണ്ടത്. അല്ലെങ്കിൽ a² + x² എന്നോ s² + a² എന്നോ ഒക്കെ ആക്കേണ്ടത് ഈ ഒരു ടേമിനെയാണ്.
എല്ലാം നമ്മളിങ്ങനെ മാർജിനൊക്കെ വരച്ച് ചെറിയ കുട്ടികൾ ചെയ്യുന്ന പോലെ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനെ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കണേ, നന്നായിട്ട് ശ്രദ്ധിക്കണേ, എങ്കിലേ മനസ്സിലാവും കേട്ടോ. 1/9 ഇൻറ്റു ഇന്റഗ്രൽ എന്ന് എഴുതിയിട്ട് ഇതിനെയാണല്ലോ നമുക്ക് മാറ്റേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് എൻ്റെ കൂടെ വാ, ആദ്യം എന്താ എഴുതേണ്ടത്? എക്സ് എന്ന് എഴുതാം. ഇവിടെ പ്ലസ് ആണ്, അപ്പോൾ പ്ലസ് എഴുതാം. പിന്നെ 2/3 ആണല്ലോ എക്സിന്റെ കോയിഫിഷ്യന്റ്, അതിന്റെ പകുതി. ആരാ 2/3യുടെ പകുതി? 2/3 ഇൻറ്റു 1/2, അതിനല്ലേ പകുതി എന്ന് പറയാം. അപ്പൊ 2/3 ഇൻറ്റു 1/2 1/3 എന്നാ കിട്ടുക. അപ്പൊ 2/3യുടെ പകുതി 1/3 ആ. ഓക്കെ, അതാണ് ബിക്ക് പകരം കൊടുക്കേണ്ടത്. അതായത് എന്ത് വരും? എക്സ് പ്ലസ് 1/3 ഹോൾ സ്ക്വയർ. മനസ്സിലായല്ലോ? ആദ്യത്തെ കംപ്ലീറ്റ് സ്ക്വയർ, ആദ്യത്തെ സ്ക്വയറാണ് ഞാൻ പറയുന്നത്. എക്സ് പ്ലസ് ഇതിന്റെ പകുതി 1/3 എന്നിട്ട് ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് 5/9 ആണ് കോൺസ്റ്റന്റ്. അതിൽ നിന്ന് 1/3യുടെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുക. 5/9 മൈനസ് ആരാ 1/3യുടെ സ്ക്വയർ? 1/9. 5/9 1/9 കുറച്ചാൽ 4/9 എന്നല്ലേ കിട്ടുക? 4/9 സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അതായത് അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ വരും. 1/9 ഇൻറ്റു ഇന്റഗ്രൽ 1/9 ഇൻറ്റു ഇന്റഗ്രൽ, നന്നായിട്ട് ശ്രദ്ധിക്കണം. 1/9 ഇൻറ്റു ഇന്റഗ്രൽ 1/x + 3 ഹോൾ സ്ക്വയർ. അത് നേരത്തെ പറഞ്ഞു. പിന്നെ ഈ 4/9 എങ്ങനെ കിട്ടിയത്? ഇതും കിട്ടാൻ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സൈഡിൽ എഴുതി നോക്കാം. എന്താ എഴുതേണ്ടത്? ഇവിടെ ഓൾറെഡി ഉള്ള കോൺസ്റ്റന്റ് 5/9 ആണ്. ആ 5/9 നിന്ന് 1/3യുടെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, 5/9 മൈനസ് 1/9, 1/3യുടെ സ്ക്വയർ, അപ്പോൾ 4/9 എന്ന് കിട്ടും. ആ 4/9 ആണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഈ 4/9 ആണ് ഇവിടെ എഴുതേണ്ടത്. മനസ്സിലായല്ലോ? ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ പറയാം. ഇവിടെ എക്സ് എഴുതുന്നു, പ്ലസ് എഴുതുന്നു, 2/3യുടെ പകുതി 1/3 എന്ന് എഴുതുന്നു, ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നു. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം 5/9 നിന്ന് 1/3യുടെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്ത് നോക്കുക, എത്ര കിട്ടാൻ നോക്കുക. അപ്പോൾ 4/9 കിട്ടി. ആ 4/9 ചിഹ്നം ഒന്നും തെറ്റാതെ ഇവിടെ എഴുതുക. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പോൾ ഇന്റഗ്രൽ 1/a² + a² ആയില്ലേ? ഇനി ബാക്കി നിങ്ങൾക്ക് ചെയ്യാലോ. 1/9 ഇൻറ്റു 1/a tan ഇൻവേഴ്സ് x/a എന്നുള്ള ഫോമിലേക്ക് മാറും. ഇത് 2/3 ഹോൾ സ്ക്വയർ ആ. അപ്പോൾ 1/a tan ഇൻവേഴ്സ് x/a എന്നുള്ള ഫോമിലേക്ക് മാറും. a എന്ന് പറയുന്നത് 2/3 ആ. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. 3യും 9ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. അപ്പോൾ 1/6 കിട്ടും. പിന്നെ ഇവിടെ 3x + 1/3 3 ക്യാൻസൽ ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ഫോമിലേക്ക് കിട്ടും. ഇതാണ് ആൻസർ. കൃത്യമാണല്ലോ, നന്നായിട്ട് പഠിക്കുക. ഇതൊക്കെ ബേസിക് മാത്തമാറ്റിക്സാ. 3x + 1/3 3 ക്യാൻസൽ ചെയ്തു. അപ്പോൾ 3x + 1/2. അതൊന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതല്ല. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, മനസ്സിലാവേണ്ടതാണ്. ഇതാണ് ഇതിലെ മറ്റൊരു ചോദ്യം. അപ്പോൾ ഈ കൂടെ എസ്ക്വയറിന്റെ കൂടെ 9 അല്ലെങ്കിൽ വേറെ നമ്പർ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പുറത്തെടുത്ത് ചെയ്യണം. ഇത്രയും നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ എന്ത് വേണ്ട, നേരത്തെ ചെയ്ത പോലെ ആദ്യം പ്ലസ് ചെയ്യുക പിന്നെ മൈനസ് ചെയ്യുക, ആ ഒരു സ്റ്റെപ്പൊന്നും എഴുതി സമയം കളയണമെന്നില്ല. ഇത് പക്ഷേ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാനുള്ളൊരു മെത്തേഡ് ഞാൻ താഴെ എഴുതി തരുന്നുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാനുള്ള ഇത് ആവശ്യമുള്ളവർക്ക് എഴുതിയെടുക്കാം. ഇത് ചെയ്യാനുള്ള സ്റ്റെപ്സ് ആദ്യം ചെയ്യേണ്ടത് a² + bx + ca a ഇൻറ്റു എനെ പുറത്തെടുക്കുക. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 1 അതാ. a² + bx + ca എനെ പുറത്തെടുക്കുക. എനെ പുറത്തെടുക്കുമ്പോൾ ബിനെ a കൊണ്ട് ഡിവൈഡ് ചെയ്യണം, സീനെ a കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? എക്സിന്റെ കോയിഫിഷ്യന്റിന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ആഡ് ആൻഡ് സബ്ട്രാക്ട് 1/2 ഇൻറ്റു കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. മറന്നു പോകാതിരിക്കാൻ വേണ്ടി എഴുതി തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 3 ഫോം കിട്ടും. ഏതാ 3 ഫോം? ഒന്ന് x² + a², അല്ലെങ്കിൽ a² - a², അല്ലെങ്കിൽ a² - a². ഇതിലേതെങ്കിലും ഒരു ഫോമിലേക്ക് ഇത് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് പർട്ടിക്കുലർ ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽ പഠിച്ചിട്ടുണ്ടല്ലോ, അത് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എഴുതി വെക്കുന്നത് മറക്കാതിരിക്കാൻ നല്ലതാണ്. ഓക്കെ, ഇത് വെച്ച് നിങ്ങൾക്ക് അഥവാ മറന്നു പോയാലും ഓർത്തു വെക്കാൻ പറ്റും. അതിനുവേണ്ടി എഴുതി തന്നതാണ്. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്റഗ്രൽ 1/√(x - 1 × x - 2). സ്ക്വയർ റൂട്ട് വന്നാൽ അവസാനത്തെ 3 റിസൾട്ട് ഉപയോഗിച്ചാൽ മതി അല്ലേ? ശരി, ആരാ x - 1 × x - 2? അതിനെ എക്സ്പാൻഡ് ചെയ്താൽ ഇതുപോലെ a² + bx + c എന്നുള്ള ഫോമിലേക്ക് മാറുമല്ലോ. എന്താ വരിക? പറ. x² - 3x + 2 ആഡ് ചെയ്യുമ്പോൾ -3x, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +2 എന്ന് വരും. അപ്പോൾ ഇന്റഗ്രൽ 1/√(x² - 3x + 2 എന്നായി. ഇവിടെ എസ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് 1 അല്ലേ? എസ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് 1 വന്നാൽ സന്തോഷിക്കുക, വളരെ എളുപ്പമാണ്. എസ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് 1 വന്നാൽ വളരെ ഈസിയാണ്. ഓക്കെ, 1 വന്നില്ലെങ്കിൽ അതിനെ പുറത്തെടുക്കാൻ നമുക്ക് സ്റ്റെപ്പ് കൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ 1 ആണ്, അതുകൊണ്ട് ഇത് വളരെ എളുപ്പമാണ്. നോക്കൂ, ഇതിന്റെ കംപ്ലീറ്റിംഗ് സ്ക്വയറിലേക്ക് മാറ്റുന്നത് നോക്കൂ. എന്താണെന്ന് പറഞ്ഞേ? എക്സ്, സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എക്സ് -3/2. അപ്പോൾ x - 3/2 ഹോൾ സ്ക്വയർ. ഓക്കെ, പിന്നെ എന്താ നിങ്ങൾ സൈഡിൽ എഴുതി നോക്കേണ്ടത്?
2 മൈനസ് 3/2 സ്ക്വയർ, 3/2 സ്ക്വയർ 9/4. അപ്പൊ 2 മൈനസ് 9/4 മാത്രം ചെയ്താൽ മതി, ഈസി അല്ലേ? അപ്പൊ 8 മൈനസ് 9 മൈനസ് 1/4 എന്ന് കിട്ടും. ഇവിടെ ചിഹ്നം ശ്രദ്ധിക്കണം കേട്ടോ, മൈനസ് 1/4. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിലേക്ക് ഇതിനെ മാറ്റുമ്പോൾ കിട്ടുക? നോക്കൂ, പറ. എക്സ് മൈനസ് 3/2 ഹോൾ സ്ക്വയർ മൈനസ് 1/4. കോൺസ്റ്റന്റ് മൈനസ് 1/4. ഈ കോൺസ്റ്റന്റിന് മാത്രം എഴുതി നോക്കിയാൽ മതി, ബാക്കിയുള്ള എഴുതി നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എസ് മൈനസ് 3/2 ഹോൾ സ്ക്വയർ മൈനസ് 1/4. ഇത് ഏത് ഫോർമുല? ഇന്റഗ്രൽ 1/√(x² - a². എന്താ റിസൾട്ട്? പറ. 1/4 1/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, ആ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ എഴുതാം. പിന്നെ ഇന്റഗ്രൽ 1/√(x² - a² ഈക്വൽ ടു സ്ക്വയർ റൂട്ട് വരുമ്പോൾ ലോഗ് മോഡിലാണ് വരിക. ഒരു സമയത്ത് മാത്രമേ സൈൻ വേഴ്സിൽ വരൂ, അത് എക്സിന്റെ കോഷ്യന്റ് നെഗറ്റീവ് ആവുമ്പോഴാണ് അല്ലേ? അപ്പൊ ലോഗ് മോഡ് എക്സ് പ്ലസ് (x² - a² പ്ലസ് c എന്ന് കിട്ടും. ആ ഒരു സ്റ്റെപ്പാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. എക്സിന് പകരം x - 3/2 എന്ന് എഴുതി, ഈ ടേമിന് അതുപോലെ എഴുതി. ഇനി ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കൂ, ആരാണിത്? x - 3/2 ഹോൾ സ്ക്വയർ മൈനസ് 1/2 ഹോൾ സ്ക്വയർ ആരാ? ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ഇത് തന്നെയല്ലേ കിട്ടുക? അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇതല്ലേ? അപ്പോൾ ഇതിന് പകരം എന്ത് കൊടുക്കാം? എസ് മൈനസ് 3/2 ഹോൾ സ്ക്വയർ മൈനസ് 1/2 ഹോൾ സ്ക്വയറിന് പകരം (x - 1 × s - 2) എന്ന് കൊടുക്കാലോ. പിന്നെ ഇവിടെ 2x - 3/2 എന്ന് എഴുതാലോ. ആ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഓക്കെ, ഇനി നോക്കൂ, ഇതൊരു അഭംഗിയുണ്ട് കാണാനല്ലേ? അപ്പൊ നമുക്ക് ഈ 2 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2x - 3 പ്ലസ് 2 × (x - 1 × x - 2) ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും അടുത്ത സ്റ്റെപ്പിൽ. ഓക്കെ, അപ്പോൾ ഈ ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് ഞാൻ പറഞ്ഞിട്ട് ആ ഹോൾ ഡിവൈഡ് ബൈ 2 ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല അല്ലേ? അതെവിടെ പോയി? ആ ഹോൾ ഡിവൈഡ് ബൈ 2 log a/b log a മൈനസ് log b എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ ലോഗ് ഇത്രയും ടേംസ് മൈനസ് log 2 പ്ലസ് c എന്ന് വരും. മൈനസ് log 2 പ്ലസ് c എന്ന് പറഞ്ഞാൽ c മൈനസ് log 2 എന്നാ വരിക. സിന്ന് ഒരു കോൺസ്റ്റന്റ് കുറച്ചാലും, സി ആർബിട്രറി കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ സിന്ന് ഒരു കോൺസ്റ്റന്റ് കുറച്ചാലും ആ ആർബിട്രറി കോൺസ്റ്റന്റിന് ആൻസർ കിട്ടുക. അങ്ങനെയാണ് ഈ log 2 അപ്രത്യക്ഷമായത്, മൈനസ് log 2 അപ്രത്യക്ഷമായത്. അപ്പൊ ഇതാണ് അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻസർ. ഇവിടെ എത്തിക്കാൻ പറ്റാത്തവർക്ക് ഇവിടെ എത്തിച്ചാലും മതി, അതിനും പറ്റാത്തവർക്ക് ഇതെന്തായാലും എഴുതാലോ, ഇത്രയും എഴുതാലോ. അതിനുശേഷം ഈ ഒരു ടേമിന് പകരം (x - 1 × s - 2) എന്നത് കണ്ടാൽ വേഗം മനസ്സിലാവും. അത്രയും എഴുതിയാലും ഇതിന് ആൻസർ ആയിട്ട് മാറും. ഓക്കെ, നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ശരി, 65ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ നിങ്ങൾ. ഇവിടെ എസ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് നെഗറ്റീവ് ആണ്. പെർട്ടിക്കുലാർ ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽ വെച്ചാണ് നമ്മൾ ചെയ്യുക. തീർച്ചയായിട്ടും ആൻസർ സൈൻ വേഴ്സിലേ വരാൻ പാടുള്ളൂ. ഓക്കെ, എസ്ക്വയറിന്റെ ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണ്, സ്ക്വയർ റൂട്ട് ഉണ്ട്, പെർട്ടിക്കുലാർ ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽ വെച്ചാണ് ചെയ്യുക. അതുകൊണ്ട് ആൻസർ എന്തിലേ വരൂ? സൈൻ വേഴ്സിൽ. വേറെ ഒന്നിലും വരില്ല. സൈൻ വേഴ്സിൽ വന്നാൽ മാത്രമേ ആൻസർ കറക്റ്റ് ആവുള്ളൂ, പെർട്ടിക്കുലാർ ഫംഗ്ഷൻസും സ്ക്വയർ റൂട്ടും വന്നു കഴിഞ്ഞാൽ. നന്നായിട്ട് ശ്രദ്ധിക്കണം എല്ലാവരും കേട്ടോ. ശ്രദ്ധിക്കൂ, ഇന്റഗ്രൽ 1/√7 - 6x - a². ആദ്യം നമ്മൾ എന്താ ചെയ്തത്? മുമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതേ രൂപത്തിലുള്ള ചോദ്യങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? പറ. എസ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആയിട്ടുള്ള മൈനസിനെ നമ്മളങ്ങ് പുറത്തെടുക്കും. ഓക്കെ, മൈനസിനെ പുറത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് മൈനസ് ആണ്, അത് പ്ലസ് ആയി, ഇത് പ്ലസ് ആണ്, അത് മൈനസ് ആയി. ഇനി ഇതിനെ കംപ്ലീറ്റ് സ്ക്വയറിലേക്ക് മാറ്റണം. ഒന്ന് പറ. എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ, 6ന്റെ പകുതി, (x + 3 ഹോൾ സ്ക്വയർ) -7 എന്താ കുറക്കേണ്ടത്? 3യുടെ സ്ക്വയർ 9 കുറക്കുക അല്ലെ? -7 -9 ഇത് മാത്രമേ സൈഡ് ചെയ്യാനുള്ളൂ. ആ -16 വരും. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? മൈനസ് കഴിഞ്ഞ് ബ്രാക്കറ്റ് കൊടുക്കണം. അപ്പോൾ (x + 3 ഹോൾ സ്ക്വയർ -16) എന്ന് ബ്രാക്കറ്റിനകത്ത് എഴുതാം. ഓക്കെ, ഇനി ഈ മൈനസിന് ഒരു കാരണവശാലും സ്ക്വയർ റൂട്ടിന് പുറത്തേക്ക് എടുക്കാൻ പാടില്ല. സ്ക്വയർ റൂട്ടിന് പുറത്ത് മൈനസ് എടുക്കാൻ പറ്റില്ലല്ലോ, കോംപ്ലക്സ് നമ്പർ ആയി മാറില്ലേ? അതുകൊണ്ട് ഈ മൈനസിനെ സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ തന്നെ ബ്രാക്കറ്റിന് പുറത്താക്കി വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ മൈനസിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 - (x + 3 ഹോൾ സ്ക്വയർ) എന്ന് കിട്ടും. ഓക്കെ, ഇത് 16 ആരാ? 4 സ്ക്വയർ. ഇത് നമുക്കറിയാവുന്ന ചോദ്യമല്ലേ? ഇന്റഗ്രൽ 1/4² മൈനസ് (x + 3 ഹോൾ സ്ക്വയർ) നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത 60ാമത്തെ ചോദ്യം ഈ ടൈപ്പ് ചോദ്യമല്ലേ അല്ലേ? എസ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് നെഗറ്റീവ് ആണ്. അപ്പൊ സൈൻ വേഴ്സ് (x/a) എന്നാണ് ആൻസർ കിട്ടുക. അപ്പൊ സൈൻ വേഴ്സ് (x + 3/4 + c) എന്ന് കിട്ടും. ഇപ്പൊ ഞാൻ ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് കാണിക്കുന്നതൊക്കെ ഒഴിവാക്കിയില്ലേ? എന്താ ഒഴിവാക്കാൻ കാരണം? നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ സ്റ്റാൻഡേർഡ് റിസൾട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സൈൻ വേഴ്സ് (x + 3/4 + c) മനസ്സിലായോ? നമ്മൾ പ്രതീക്ഷിച്ചത് സൈൻ വേഴ്സിലാണ് ആൻസർ, കിട്ടിയതും സൈൻ വേഴ്സിലാണ് ആൻസർ. ഓക്കെ, ശരി, നമുക്ക് 66ാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ കോൺസ്റ്റന്റ് ടൈം ഇല്ലല്ലേ? എക്സ് ഉണ്ട്, (x² ഉണ്ട്, കോൺസ്റ്റന്റ് ഇല്ല. കോൺസ്റ്റന്റ് ഇല്ല എന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു എളുപ്പമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, വലിയൊരു എളുപ്പമൊന്നും ഉണ്ടാകില്ല. ഓക്കെ, അതേസമയത്ത് എക്സ് ഇല്ലെങ്കിലോ? എക്സ് എന്നുള്ള ടൈമില്ല, കോൺസ്റ്റന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈസിയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ റിസൾട്ട് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. എക്സ് ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒക്കെ ചെയ്യണം. ശ്രദ്ധിക്കൂ നിങ്ങൾ.
5നെ പുറത്തെടുത്തു. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ 1/5 1/√5 ഈ √5 പുറത്തെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പുറത്തെടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 1/√5 എന്ന് എഴുതാം. ഓക്കെ, 1/√5 ബാക്കി അതുപോലെ എഴുതി, വേറെ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഇനി ഞാൻ അതിനെ കംപ്ലീറ്റ് സ്ക്വയറിലേക്ക് മാറ്റാൻ പോകാം. നോക്കൂ, എക്സ് മൈനസ് ആരതിൻ്റെ പകുതി 1/5. അപ്പോൾ എക്സ് മൈനസ് 1/5 ഹോൾ സ്ക്വയർ. എന്നിട്ട് ഇവിടെ 0 അല്ലേ കോൺസ്റ്റന്റ്, ആ 0യിൽ നിന്ന് 1/5ന്റെ സ്ക്വയർ കുറക്കണം, 1/25 കുറക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇവിടെ 0 ആയിരിക്കും കോൺസ്റ്റന്റ്, അപ്പോൾ കുറക്കാൻ വളരെ ഈസി ആയിരിക്കും. -1/25 എന്ന് വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റും എന്നുള്ള ഒരു ഗുണമുണ്ട്. ഓക്കെ, അപ്പോൾ 1/√5 ഇൻറ്റു ഇന്റഗ്രൽ പറ എക്സ് മൈനസ് 1/5 ഹോൾ സ്ക്വയർ -1/25 അത് സ്ക്വയർ റൂട്ടിനകത്ത് വരും. ഓക്കെ, ഇത് ഏത് ഫോർമുല? ഇന്റഗ്രൽ 1/√(((((() അല്ലേ? എക്സ് സ്ക്വയറിന്റെ കോഷ്യന്റ് നെഗറ്റീവ് ആകാത്ത കേസിലൊക്കെ ലോഗ് മോഡിലെ ആൻസർ അല്ലേ? ലോഗ് മോഡ് എക്സ് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് മൈനസ് 1/5 ഹോൾ സ്ക്വയർ മൈനസ് 1/25 എന്ന് വരും. അതായത് ഇതിനെ ഞാൻ 1/5 ഹോൾ സ്ക്വയർ എന്ന് എഴുതി. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആ റിസൾട്ട് നേരിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഇതിന് ആൻസർ ആയിട്ട് കിട്ടുക. ആരാ എക്സ് മൈനസ് 1/5 ഹോൾ സ്ക്വയർ മൈനസ് 1/5 ഹോൾ സ്ക്വയർ? ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മനസ്സിൽ എക്സ്പാൻഡ് ചെയ്താൽ മതി. ചെറിയ ക്ലാസ് പഠിച്ച കാര്യമല്ലേ? ഇവിടെ 1/25 കിട്ടും, അവസാനത്തെ ടൈം 1/25. ഇവിടെ -1/25 കിട്ടും, അത് ക്യാൻസൽ ചെയ്യും. ബാക്കി എസ് സ്ക്വയർ മൈനസ് 2x/5 എന്ന് നമുക്ക് ഈ ഒരു ടേമിന് ചെറുതാക്കി എഴുതാം. ഓക്കെ, എസ് സ്ക്വയർ മൈനസ് 2x/5 ചെറുതാക്കി എഴുതാം. ഇത് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ എഴുതിയിട്ട് നിർത്തിയാലും മതി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതുന്നത് 8ാം ക്ലാസ് ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഇന്റഗ്രേഷൻ ഇവിടെ എത്തുമ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈസി അല്ലേ? നന്നായിട്ട് പഠിക്കണം കേട്ടോ. ആവർത്തിച്ച് ഞാൻ പറയുന്നുണ്ട്, ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള ധാരണകളും ഇത് പഠിക്കണമെന്നുള്ള അതിയായ ആഗ്രഹവും ഉണ്ടായിരിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും. അപ്പോൾ 66 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു അല്ലേ? ശരി, ഇനി മറ്റൊരു ചോദ്യം നോക്കാം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഇത് കംപ്ലീറ്റിംഗ് സ്ക്വയർ ആക്കാൻ നമ്മളുള്ള മെത്തേഡുകൾ ഞാൻ പലതും പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇത് എങ്ങനെ ചെയ്താലും മതി, ആ മെത്തേഡിനല്ല കാര്യം, ഇത് കംപ്ലീറ്റിംഗ് സ്ക്വയർ ആക്കുക, അല്ലെങ്കിൽ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, അതിലൊരു ഫോമിലേക്ക് മാറ്റുക എന്നേ ഉള്ളൂ. അത് നമുക്ക് നേരിട്ട് മാറ്റാൻ പറ്റിയാൽ അങ്ങനെ മാറ്റിയാലും മതി. ഈ ഒരു ചോദ്യം ഞാൻ അങ്ങനെ മാറ്റുന്നത് നോക്കൂ. എസ് സ്ക്വയർ പ്ലസ് 2x കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ എന്താ വേണ്ടത്? നമുക്കറിയാലോ, എസ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്നാ വേണ്ട അല്ലേ? എസ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. അപ്പോൾ ഈ 2നെ നമുക്ക് എങ്ങനെ എഴുതാം? എസ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 പ്ലസ് 1 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഞാനിങ്ങനെ മാറ്റി എഴുതി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 ടേം എന്തായി? വേറെ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറ്റി. അപ്പോൾ ഇത് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആയി. ഇത് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ദെൻ പ്ലസ് 1 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, വളരെ ഈസി ആയിട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റാൻ പറ്റുന്നത് അങ്ങനെ മാറ്റിയാലും മതി. ബാക്കി നമുക്ക് സാധാരണ അറിയുന്ന പോലെ എഴുതി വളരെ കൃത്യമായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഇത്രയും എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു സെക്ഷൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്, നന്നായിട്ട് ശ്രദ്ധിക്കണേ. അവിടെ ഇതുവരെ ഒക്കെ ന്യൂമറേറ്ററിൽ ഉള്ള ടേം 1 ആയിരുന്നു, അല്ലെങ്കിൽ dx/by എന്നുള്ള ഫോമിലായിരുന്നു. ഇനി ഇവിടെ ഈ 1ന് പകരം ഞാൻ ax പ്ലസ് ബി എന്ന് എഴുതാൻ പോകുക. അതായത് 2x പ്ലസ് 3 എന്നോ 4x മൈനസ് 5 എന്നോ അല്ലെങ്കിൽ എക്സ് എന്നോ ഒക്കെ എഴുതാൻ പോകുക. അപ്പോൾ ഇതിനെന്ത് മാറ്റമാണ് വരിക എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം, അടുത്തൊരു കാര്യം. ഓക്കെ, അടുത്ത ഹെഡിങ് ഒന്ന് എഴുതാം. ഇന്റഗ്രൽ പി എക്സ് പ്ലസ് ക്യൂ ബൈ എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിയും ഇന്റഗ്രൽ പി എസ് പ്ലസ് ക്യൂ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിയും. ഈ രൂപത്തിൽ ഒരു ഫംഗ്ഷൻ വന്നാൽ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കും. ഒരു ചോദ്യത്തിലൂടെ നമുക്ക് തുടങ്ങാം. ഫൈൻഡ് ദി ഫോളോയിങ് ഇന്റഗ്രൽസ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ എക്സ് പ്ലസ് 3 ബൈ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 5. ഇതാണ് ഈ സെക്ഷനിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം. ഓക്കെ, ഇതിന്റെ അപ്പുറത്തേക്ക് നിന്നുള്ള ചോദ്യം നമുക്ക് പഠിക്കാനില്ല. അപ്പൊ ഈ ഒരു ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ പെർട്ടിക്കുലർ ഫംഗ്ഷൻ മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു. അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഫംഗ്ഷൻ മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചാലേ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ ഉള്ളത്? ഇന്റഗ്രൽ എക്സ് പ്ലസ് 3 ബൈ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 5 dx എന്നുള്ള ചോദ്യം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ ഉള്ളത്? നിങ്ങളുടെ മനസ്സിലുള്ളത് എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 5ന്റെ ഡെറിവേറ്റീവാണ് മുകളിലെങ്കിൽ ആൻസർ വളരെ പെട്ടെന്ന് പറയാമായിരുന്നു അല്ലേ? അതായത് ഈ ചോദ്യം ഇങ്ങനെയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 5ന്റെ ഡെറിവേറ്റീവ് ആണ് 2x മൈനസ് 2. ആ രൂപത്തിലാണെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് ചാടി കയറിയിട്ട് ആൻസർ പറയും. എന്താ ആൻസർ? ഇതിന്റെ ഡെറിവേറ്റീവ് ഇതാണെങ്കിൽ ഇന്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ds എന്നുള്ള ഫോമിലാണല്ലോ. കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ടല്ലോ, ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി അല്ലേ? ലോഗ് മോഡ് എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 5 പ്ലസ് സി. വളരെ പെട്ടെന്ന് നിങ്ങൾ ആൻസർ പറയും ചോദ്യം ഇങ്ങനെയാണെങ്കിൽ. പക്ഷേ എന്ത് ചെയ്യാനാ? 2x മൈനസ് 2 അല്ല, പിന്നെ എന്താ? എക്സ് പ്ലസ് 3. അപ്പോൾ നമ്മൾ എന്താണ് അന്വേഷിക്കേണ്ടത്? എക്സ് പ്ലസ് 3യെ 2x മൈനസ് 2 ആക്കാൻ വല്ല മാർഗം ഉണ്ടോ നോക്കാം.
ഓക്കെ. എക്സ് പ്ലസ് 3യെ 2x-2 ആക്കാൻ വല്ല മാർഗമുണ്ടോ? ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. എല്ലാ മാർഗ്ഗങ്ങളും കൂടെ ഞാൻ ഇവിടെ പറയുന്നില്ല. ഷോർട്ട് കട്ട് ഉണ്ട്, പലതും ഉണ്ട്. ഷോർട്ട് കട്ടിനുള്ള കുഴപ്പം അത് അതേ മെത്തേഡിൽ ഓർത്ത് വെച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. ഒരു മാർഗ്ഗം മാത്രം പറയാം. എങ്ങനെയാണ് എസ് പ്ലസ് 3യെ 2x-2ലേക്ക് മാറ്റുന്നത്? അപ്പോൾ നമ്മുടെ ഉദ്ദേശം എസ് പ്ലസ് 3യെ 2x-2ലേക്ക് മാറ്റലാണ്. അത് നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ആദ്യം എക്സ് പ്ലസ് 3 എന്ന് എഴുതാം. ഓക്കെ, അതിന് ഇക്വേറ്റ് എന്തിനാണ് ഇക്വേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയോ? എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് ബി എന്ന് എഴുതാം. ഇതിന് പകരം എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് ബി. എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇതിനെ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് ബി. ആരാ ഇതിന്റെ ഡെറിവേറ്റീവ്? 2x-2. അതൊന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. എ ഇൻറ്റു 2x-2 പ്ലസ് ബി. ഓരോ കളറിനും കാര്യമുണ്ടിട്ടോ, വെറുതെ കളർ കൊടുക്കുന്നതല്ല. ഈ ഒരു സെക്ഷനിൽ ഏറ്റവും പ്രധാനം എയും ബിയും കാണലാണ്. എയും ബിയും കണ്ടാൽ വളരെ ഈസിയാണ് ബാക്കിയെല്ലാം. എയും ബിയും സ്വന്തമായിട്ട് കാണുകയാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് മനസ്സിലാക്കാനാണ് ഇതിന് കളർ കൊടുത്തത്. ഓക്കെ, ഇനി ഇത്രയും ചെയ്താൽ മതി. എങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമാകാൻ വേണ്ടി ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 2ax - 2a + b എന്ന് വരും ഈ ബ്രാക്കറ്റ് ഒഴിവാക്കിയാൽ. ഓക്കെ, 2x - 2a + b നിങ്ങൾക്ക് എളുപ്പമാവാൻ വേണ്ടി മാത്രം ചെയ്തേ ഉള്ളൂ. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ രണ്ടും ഞാൻ ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. എക്സാമിന് നിങ്ങൾ കളർ കൊടുക്കണ്ട, നിങ്ങൾ ഒരേ കളർ കൊണ്ട് എഴുതിയാൽ മതി, മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇത് രണ്ടും ഈക്വൽ ആണെന്നല്ലേ ഇവിടെ എഴുതിയത്? ഈ ടേമും ഈക്വലാ. അപ്പോൾ എക്സ് ഉള്ള ടേമും ഇവിടുത്തെ എക്സ് ഉള്ള ടേമും ഈക്വൽ ആണ്. ഇവിടുത്തെ കോൺസ്റ്റന്റും ഈക്വൽ ആണല്ലോ. അപ്പോൾ 2ax ആരായിരിക്കണം? എക്സ് ആയിരിക്കണം. ഓക്കെ, 2ax = x ആയിരിക്കണം. അത് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. 2ax = x എന്ന് പറഞ്ഞാൽ 2a = 1 ആയിരിക്കണം. എക്സ് രണ്ട് സ്ഥലത്തുണ്ടല്ലോ. അപ്പോൾ 2a = ആരായിരിക്കണം? 2a = 1 ആയിരിക്കണം. അപ്പോൾ എ ആരാന്ന് കിട്ടിയല്ലോ? a = 1/2. റെഡ് കളറിൽ ഒരാളെ കിട്ടി അല്ലേ? ഇനി രണ്ടാമത്തെ ആളെ കിട്ടണം. അതിന് നോക്കൂ, -2a + b ആരാ? ഇവിടുത്തെ കോൺസ്റ്റന്റ് ആണ്. അത് ഇവിടുത്തെ കോൺസ്റ്റന്റ് 3 അല്ലേ? -2a + b -2a + b = 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ബി ആണ് വേണ്ടത്. 2a അങ്ങോട്ട് കൊണ്ടുപോവാ, 3 + 2a എന്ന് കിട്ടും, അല്ലെങ്കിൽ 2a + 3 എന്ന് കിട്ടും. എക്ക് പകരം 1/2 എന്ന് കൊടുത്തു. എക്ക് പകരം 1/2 കൊടുത്താൽ 1 + 3 = 4. രണ്ടാമത്തെ റെഡ് കളറിലുള്ള ആളെയും കിട്ടി. ഇത് കണ്ടുപിടിക്കൽ മാത്രമേ ഇവിടെ ഒരു പുതിയതുള്ളൂ, ബാക്കിയൊക്കെ പഴയതാണ്. ഓക്കെ, അപ്പൊ ഞാൻ എയും ബിയും കണ്ടുപിടിച്ചു. അപ്പൊ ഈ x + 3ക്ക് പകരം എനിക്ക് എന്ത് എഴുതാൻ പറ? 1/2. a 1/2 ആണ്. 1/2 × 2x-2 + 4 എന്ന് എഴുതാലോ. അങ്ങനെ ഞാൻ ഇതിനെ മാറ്റി എഴുതാണ്. ശ്രദ്ധിക്കണേ, = x + 3ക്ക് പകരം 1/2 × 2x-2 പ്ലസ് ബിക്ക് പകരം 4 എന്ന് എഴുതി. ഓക്കെ, ഇനി ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാലോ. 1/2 × integral 2x-2 x² - 2x - 5 + 4 × integral 1/x² - 2x - 5 എന്ന് മാറ്റി എഴുതാം. ഓക്കെ, ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. നോക്കി, ഇതാരാ? 2x-2 x² - 2x - 5. ഇതിന്റെ ഡെറിവേറ്റീവ് അല്ലേ ഇത്? അതല്ലേ നമ്മൾ നേരത്തെ ചെയ്തത് അല്ലേ? ഇതല്ലേ നമ്മൾ നേരത്തെ ഈസി ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിന് വളരെ പെട്ടെന്ന് 1/2 × log mod x² - 2x - 5 എന്ന് എഴുതിക്കൂടെ? എഴുതാം. പിന്നെ ഇത് നമ്മൾ നേരത്തെ സെക്ഷനിൽ ചെയ്തതല്ലേ? ഇതിൽ 1/a² + bx + c കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡിലൊക്കെ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്താ? x - 1 ഹോൾ സ്ക്വയർ. s - 1 ഇതിന്റെ പകുതി 1 ആണ്. s - 1 ഹോൾ സ്ക്വയർ അല്ലേ? പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? -5ൽ നിന്ന് 1 കുറക്കണം. അപ്പോൾ -6. അപ്പോൾ -√6 ഹോൾ സ്ക്വയർ എന്ന് വരും. മനസ്സുകൊണ്ട് ആലോചിക്കാൻ പറ്റണം. അല്ലെങ്കിൽ s² - 2x കഴിഞ്ഞാൽ പിന്നെ ഒരു +1 എഴുതി കഴിഞ്ഞാൽ ഇതിനെ -6 ആക്കിയാൽ മതി. അഡ്ജസ്റ്റ്മെന്റിലൂടെയും നമുക്ക് മാറ്റാം. ഡയറക്റ്റ് ആയിട്ട് മാറ്റുന്ന രൂപ ഞാൻ പറഞ്ഞത്. അങ്ങനെ എഴുതുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 4 × integral 1/, ഇത് x - 1 ഹോൾ സ്ക്വയർ -√6 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ ഇത്രയും പെർഫെക്റ്റ് സ്ക്വയർ ആണ് നമുക്ക് അറിയാം. ഇത് അറിയില്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡ് ഉണ്ടല്ലോ. ആദ്യം ചെയ്ത മെത്തേഡ്? -5ൽ നിന്ന് 1 കുറക്കുക. അപ്പോൾ -6 കിട്ടും. ആ -6 എന്ന് പറഞ്ഞാൽ -√6 ഹോൾ സ്ക്വയർ ആണെന്ന് ഇവിടെ എഴുതാം. ഇനി ബാക്കിയൊന്നും ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് അറിയുന്നതാ. ഓക്കെ, ഇത് ഇന്റഗ്രൽ 1/s² - a² 1/2a log മോഡിലേക്ക് മാറ്റുന്നു. അതിനൊന്ന് വൃത്തിയിൽ എഴുതുന്നു. അപ്പോൾ ആൻസർ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് അല്ലേ? അപ്പോൾ ഇത് പഠിച്ചാൽ ഇതുവരെയുള്ള ഒക്കെ പഠിച്ചല്ലോ. നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ ആവർത്തനങ്ങൾ 1-2 കൂടി നമുക്ക് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിക്കണേ. 69ാമത്തെ ക്വസ്റ്റ്യൻ ഇതേ ചോദ്യം. സ്ക്വയർ റൂട്ട് ഉണ്ടെന്നേ ഉള്ളൂ. സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിലും സ്ക്വയർ റൂട്ട് ഇല്ലെങ്കിലും ഒരുപോലെ ചെയ്യാം. റിസൾട്ടിൽ മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ 5x + 3 a × ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് a² + bx + c ആട്ടോ. റൂട്ട് എടുക്കാൻ പാടില്ലേ. a × ഡെറിവേറ്റീവ് ഓഫ് s² + 4s + 10 + b. എന്നിട്ട് ഇതിന്റെ ഡെറിവേറ്റീവ് ഞാൻ എഴുതി. എയും ബിയും കണ്ടുപിടിക്കല പ്രധാനമെന്ന് മനസ്സിലാക്കി. 2ax + 4a + b എന്ന് മാറ്റി എഴുതി. അപ്പോൾ 2a = 5 ആണെന്ന് മനസ്സിലാവും. a = 5/2 ആണെന്ന് കിട്ടും. 4a + b = 3 ആണെന്ന് മനസ്സിലാകും. അപ്പോൾ a ആണെന്ന് b ആണ് കണ്ടുപിടിക്കേണ്ടത്. b = 3 - 4a എന്ന് കിട്ടും. എക്ക് പകരം 5/2 എന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അന്നേരം -7 എന്ന ആൻസർ കിട്ടും. വളരെ ഈസി അല്ലേ? ഇത് മാത്രമേ ഇതിൽ പുതിയതുള്ളൂ.
ഓക്കെ, അപ്പോൾ ഈ 5x + 3ക്ക് പകരം 5/2 × 2x + 4 -7 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ ഞാൻ എഴുതി, രണ്ടായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ നോക്കൂ, ഇവിടെ f' ആണ്, ഇവിടെ f(x) ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 2x + 4. ആ രൂപത്തിലാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത് അല്ലേ. അപ്പോൾ ഇന്റഗ്രൽ f'(√f(x) ആരാ? 2√f(x). അപ്പോൾ 2√x² + 4x + 10 അതാണ് റൂട്ട് വരുമ്പോഴുള്ള വ്യത്യാസം. ആ ഒരു രൂപത്തിലേക്ക് ഞാൻ അതിനെ മാറ്റി എഴുതി. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഞാൻ ആവർത്തിക്കേണ്ടതില്ലല്ലോ. s² + 4x + 4 + 6 നമുക്കറിയാം. s² + 4x + 4 ആണെങ്കിൽ കംപ്ലീറ്റ് സ്ക്വയർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഞാൻ അവിടെ മാറ്റി എഴുതിയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇത് 2 ക്യാൻസൽ ചെയ്ത് നേരത്തെ പറഞ്ഞ മെത്തേഡിലും നിങ്ങൾക്ക് ആലോചിക്കാം. അതിന് ഞാൻ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. 10ൽ നിന്ന് 4 കുറച്ചാൽ മതി, അപ്പോൾ 6 വരും. ആ 6ന്റെ സ്ക്വയർ എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണേ. 1/√√ ആണ്. അപ്പോൾ ലോഗ് മോഡൽ ആൻസർ വരിക. അങ്ങനെ ലോഗ് മോഡലിലെ ആൻസർ ഞാൻ എഴുതി. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്, ഒരു പ്രയാസമില്ല. ഓക്കെ, ശരി. അടുത്തത് 70ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താ ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ അറിയാം. എന്താ? 2x² 2x² അല്ലേ. s² കോഷ്യന്റ് 2 ആ. അപ്പോൾ അവസാനത്തെ ഭാഗത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ആദ്യമൊന്നും ഒരു വ്യത്യാസമില്ല. ഓക്കെ, 4x + 5 ഫസ്റ്റ് ഒക്കെ ഞാൻ അതുപോലെ തന്നെ എഴുതുകയാണ്. എയും ബിയും കണ്ടുപിടിക്കണം. 4a = 4, a = 1 കിട്ടി. 6a + b = 5, b = കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് -1 കിട്ടി. ഞാൻ റീപ്ലേസ് ചെയ്തു. നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്, നിങ്ങൾക്ക് സ്വന്തം ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ റീപ്ലേസ് ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടി. ഓക്കെ, ഇതിന്റെ ഡെറിവേറ്റീവ് ആണിത്. അപ്പോൾ ഇതിന്റെ ആൻസർ ലോഗ് മോഡിൽ വന്നു. ഇവിടെ 2 ഉണ്ട്. ആ 2നെ പുറത്തെടുക്കണം. പുറത്തെടുക്കുമ്പോൾ 6നെ 3 എന്ന് എഴുതണം. ഇവിടെ 5/2 എന്ന് എഴുതണം. എന്നിട്ട് ഇതിനെ കംപ്ലീറ്റ് സ്ക്വയർ ആക്കുമ്പോൾ s + 3/2 ഹോൾ സ്ക്വയർ 5/2 ന്ന് 9/4 കുറക്കണം. ഓക്കെ, 5/2 9/4 കുറക്കുമ്പോൾ 1/4 കിട്ടും. ഈ 1/2നെ പുറത്തെടുക്കണം. എന്നിട്ട് കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡിൽ എഴുതുമ്പോൾ ഈ രൂപത്തിലെത്തും. ഇത് 1/a tan ഇൻവേഴ്സ് s/a ആണല്ലോ. ആ ഒരു മാറ്റം ഞാൻ കൊടുത്തു. ഇവിടെ 1/2 × 1/a 1/2 എന്ന് വരും. ആ 1/2 ക്യാൻസൽ ചെയ്താണ് ഈ 1/2 കാണാത്തത്. പിന്നെ tan ഇൻവേഴ്സ് x/a എഴുതി. ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയപ്പോൾ ഇങ്ങനെയുള്ള ഭംഗിയുള്ള ആൻസർ കിട്ടി. കൃത്യമാണല്ലോ, എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, 71ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കൂ നിങ്ങൾ, s² കോയിഫിഷ്യന്റ് നെഗറ്റീവ് ആണ്. അപ്പോൾ ആൻസർ എന്തിലും കൂടെ വരും? സൈൻ വേഴ്സിൽ വരും. ഇവിടെ s + 3 ഉള്ളത് കൊണ്ട് അവസാനത്തെ ആൻസറിൽ സൈൻ വേഴ്സ് വരും എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം, റൂട്ട് ഉള്ളത് കൊണ്ട്. ബാക്കിയൊക്കെ സാധാരണ പോലെയാ. s + 3 = a × ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ + b. അപ്പോൾ a × പറ -2x - 4 ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതിയതാ +b. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്തു. -2a = 1, അപ്പോൾ a = കിട്ടി. -4a + b = 3, അപ്പോൾ b = കിട്ടി അല്ലേ. ഇതിനെ റീപ്ലേസ് ചെയ്തപ്പോൾ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഈ രൂപത്തിലൊക്കെ കിട്ടി. ഇവിടെ f'(x) ഇത് √f(x), അപ്പോൾ 2√f(x) മാറും. ഇവിടെ മൈനസിനെ പുറത്തെടുത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒക്കെ ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് സ്ക്വയറിലേക്ക് മാറ്റുന്ന മെത്തേഡാണ് നമ്മൾ എഴുതിയത്. നിങ്ങൾക്ക് സ്വന്തം മനസ്സിലാക്കാൻ പറ്റും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സ്ക്വയർ റൂട്ടിനകത്തുനിന്ന് ഒരു കാരണവശാലും മൈനസ് പുറത്തെടുക്കരുത്. മൈനസിനെ റൂട്ടിനകത്ത് തന്നെ പുറത്ത് വെക്കണം, എന്നിട്ട് തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴേ അതിനു വേണ്ടിയാണ് ഞാൻ എന്ത് പറഞ്ഞത്, ആൻസർ സൈൻ വേഴ്സിലേ വരൂ എന്ന് ഓർത്ത് വെക്കണമെന്ന്. അങ്ങനെ ഓർത്ത് വെച്ചാൽ ഒരിക്കലും മൈനസിന് പുറത്തെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഭംഗിയുള്ള ആൻസർ കിട്ടും, സൈൻ വേഴ്സിൽ ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? 72ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ചോദ്യം എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞേ. ഈ ചോദ്യം എങ്ങനെ ചെയ്യും? ഇന്റഗ്രൽ 4x + 1/2x² + x - 3. 4x + 1 = a × ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ + b എന്നൊക്കെ എഴുതിയോ? നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, എല്ലാ ചോദ്യവും ഏത് ചോദ്യവും നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കണം ഇത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡെറിവേറ്റീവിലേക്ക് മാറ്റണം. അപ്പോൾ ഇതിന്റെ മാർക്കൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. ചെറിയ മാർക്ക് ഇതിനുണ്ടാവുള്ളൂ. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്താ കാരണം? ഇതിന്റെ ഡെറിവേറ്റീവ് അല്ലേ 4x + 1. അപ്പോൾ ഈ ചോദ്യം എന്താ സത്യത്തിൽ ഇത് വെരി ഈസിയാണ്. ഇതിന്റെ ഡെറിവേറ്റീവ് ആയത്. അപ്പോൾ f'(√f(x) എന്നുള്ള ഫോർമുല. ഇവിടെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ആക്കാൻ ആ എയും ബിയും ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഡെറിവേറ്റീവ് ആണെങ്കിൽ പിന്നെ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട, വളരെ ഈസി ആയിട്ട് f'(f(x) എന്നുള്ള ഫോർമുല മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2√f(x) + c എന്ന് കിട്ടും. f(x)ന് പകരം 2√2x² + x - 3. അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ എല്ലാവരും ശ്രമിക്കണം. കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാൻ തന്നിട്ടുണ്ട്. എല്ലാം നമ്മൾ ചെയ്ത മോഡലുള്ള ചോദ്യങ്ങളാണ്. ഇവിടെ ഇത് കാണുമ്പോൾ പേടിക്കേണ്ടത് തിരിച്ചെഴുതിയാൽ മതി. 3x² + 2x + 1 എഴുതിയാൽ മതി. ഇതൊന്നും പ്രയാസമില്ല. ഇതൊക്കെ ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് പരിശ്രമിക്കുക. ഈ ഒരു സെക്ഷൻ പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ഒരു 6 മാർക്കെങ്കിലും, ഏറ്റവും ഈ ഇന്നത്തെ ക്ലാസ് മാത്രം പഠിച്ചാൽ മിനിമം ഒരു 6 മാർക്കെങ്കിലും കിട്ടും. പക്ഷെ നല്ല ശ്രദ്ധാപൂർവം ക്ഷമാപൂർവ്വം പഠിക്കണം. ഇൻ്റഗ്രേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും വളരെ മനോഹരമായിട്ട് പഠിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ബൈ. രാവിലെ
அதுதான்